ഇപ്പോൾ ദമ്മ് കൊണ്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യണം. ഡാൽഡയാണ്. RKG ഉള്ളിയാണ്. കരിവേപ്പിൻ്റെ ഇല. കശുവണ്ടിയും മുന്തിരിയും ഫ്രൈ ചെയ്തെടുക്കാനാണ്. കശുവണ്ടി ദം ബിരിയാണിക്കുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചാണ്. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇറച്ചിക്കുള്ള മസാല ഉണ്ടാക്കാനുള്ളതാണ്. ഏലക്ക. ദം ബിരിയാണിക്കുള്ള ഇറച്ചിന്റെ മസാല ഉണ്ടാക്കാനാണ്. കറിയാമ്പൂ, കുരുമുളക്, ടൊമാറ്റോ കൂടി, വലിയ ജീരകമാണ്. ഉള്ളി അരിഞ്ഞു വെച്ച് പച്ചമുളകാണ്. വേറൊരു അടുപ്പത്ത് ബിരിയാണിയുടെ അരി വേവിക്കാൻ വേണ്ടിയിട്ടുണ്ട്. കല്ലുപ്പ് ആഡ് ചെയ്യാണ്. ദം ബിരിയാണിക്കുള്ള 25 കിലോ ഇറച്ചി കഴുകി വൃത്തിയാക്കി വെച്ചാണ്. വെള്ളം വാരാൻ വേണ്ടി വെച്ചാണ്. വെളുത്തുള്ളിന്റെ പേസ്റ്റാണ്. എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇഞ്ചിന്റെ പേസ്റ്റ്, മുളക് പൊടി, മല്ലിപ്പൊടി, തക്കാളി, തൈര്, ഇറച്ചി ആഡ് ചെയ്യാണ്. എന്താണ്? ഗരം മസാലയാണ്. മല്ലിച്ചപ്പാണ്. മല്ലിച്ചപ്പ് ഇടുന്നതിന്റെ പേര് പറഞ്ഞോ. ഇത് പൊതിനയാണ്.
കറിവേപ്പില ഇങ്ങനെ ഊരാ വീഴ കറിവേപ്പിലാണ് ഇങ്ങനെ ഊരാ വീഴ മതിയാ പോലാവും ഇളക്കി കൊടുക്കുകയാണ്. അവിടെ ആ സൈഡിൽ കുറച്ചും കൂടി ഉപ്പിടുണ്ട്. റൈസ് വേവിക്കാനുള്ളതാണ്. അപ്പൊ ഉപ്പിട്ടിട്ടുണ്ട്, വെള്ളം വെച്ചാണ് ഉപ്പിട്ടിട്ടുണ്ട്. ഇപ്പൊ ഏലക്കാഴി ഇട്ടു, കറുവാമ്പൂ ഇട്ടിട്ടുണ്ട്. ബിരിയാണി റൈസ് വേവിക്കാനുള്ള വെള്ളം നല്ല തിളച്ച് വരുന്നുണ്ട്. 25 കിലോ അരി, 25 കിലോ ഇറച്ചിയാണ് ദം ബിരിയാണിക്ക് യൂസ് ചെയ്യുന്നത്. കുരുമുളക്, അരി ഇടുകയാണ്. ഇരുപത്തഞ്ച് കിലോ അരിയുണ്ട്. നെയ്യ് ഒഴിക്കുകയാണ്. അരിയുടെ ചെമ്പിൽ നല്ല കത്തിച്ചു കൊടുക്കുന്നുണ്ട്. മറ്റേ ചെമ്പിലാണ് നമ്മുടെ ഇറച്ചി മസാല. അതിങ്ങനെ പയ്യെ വെന്തുകൊണ്ടിരിക്കുകയാണ്. കരിവേപ്പിലയാണ്. ഏകദേശം ആയിട്ടുണ്ട്, ഇറക്കി വെക്കുകയാണ്. മല്ലിച്ചപ്പാണ് ഇടുന്നത് അവസാനമായിട്ടൊന്നും കൂടി. ഞാൻ ഇങ്ങനെ പോരാ ഈ മേലത്തെ ഇങ്ങോട്ടൊക്കെ സൈഡിൽ ഇങ്ങനെ ചോറ് ഇങ്ങനെ കോരി ഇടുകയാണ്.
സൈഡ് കൂടെ. ശരിയാവും. നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയൊക്കെ ഉള്ള പൊരിച്ച് വെച്ച ഫ്രൈ വെച്ച് ആഡ് ചെയ്യണം. എസൻസ് ആഡ് ചെയ്താണ്. പിന്നെ റൈസ് അതിന്റെ മേളിലിടാണ്. പേര് പറഞ്ഞാൽ ചീരയാണ്, ചീര സ്പെഷ്യൽ ചീരയാണ്. കുറച്ച് വേറായിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പിന്റെയും മുന്തിരിയുടെ ഉള്ളി കരിവേപ്പിന്റെ ഇല കുറച്ചും കൂടി ഇട്ടു. എല്ലാം റെഡിയാക്കാണ് പരത്തിക്കാണ്ട്. ദമ്മ് വെക്കാൻ വേണ്ടിയിട്ട് ആ മൈദയുടെ മാവ് കണ്ടുള്ള അത് ഒട്ടിച്ച് വെക്കുകയാണ്. വെളിച്ചെണ്ണ മേളിൽ ഒഴിച്ച് വെക്കുകയാണ്. ദമ്മ് അടച്ചു വെക്കുകയാണ്. മേളിലും ദമ്മിടാൻ വേണ്ടിയിട്ട് ചൂട് ഇടുകയാണ്. ചൂടുള്ള കനലാണ് ഇടുന്നത്. മേളില് ചകിരിയും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ താഴെ കുറച്ച് ഓലക്കൊടിയും കത്തിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ വെക്കും കുറെ നേരം. ഇനി പിന്നെ നമ്മൾ കഴിക്കുന്നതിന്റെ ഒരു അരമണിക്കൂർ മുമ്പ് ചെമ്പ് പൊട്ടിക്കുള്ളൂ. ഇപ്പൊ രാവിലെ 8:30 ആയിട്ടുള്ളൂ. ഇനി ഒരു 11:30 വരെ ഇതേപോലെ ഇത് വെക്കും. എന്നിട്ട് 11:30 ആവുമ്പോഴേ നമ്മൾ പൊട്ടിക്കുള്ളൂ. ഇപ്പൊ ദമ്മ് കൊണ്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യണം. ചിക്കൻ അടിയിലാണ്, താഴത്താണ്. ഇവിടെ നമ്മുടെ വില്ലേജ്